ഇടവരും. പ്രാർത്ഥിക്കുന്ന സമയം ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുന്ന സമയത്തിന് അപ്രവശത്ത് ദൈവം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലുകളും ദൈവത്തിൻ്റെ ഇടപെടലുകളും നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏത് നിയോഗത്തിനാണോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ഓർക്കുവാണ്. ഇവിടെ നമ്മളിന്ന് കേട്ട വചനം ഓർക്ക്. 7 പ്രാവശ്യം 7 ദിവസം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കാഹളം എടുക്കണം, ആർത്തട്ടഹസിക്കണം, ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞോ, ആരെങ്കിലും അവിടെയുള്ളവർ പറഞ്ഞോ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഉള്ളത്? ഇങ്ങനെ പ്രാർത്ഥിച്ച വല്ലതും നടക്കുവോ? ഇങ്ങനൊന്നും ആരും ചോദിച്ചില്ല. ആ ഇൻറ്റൻഷൻ അനുസരിച്ച് അവർ പ്രവർത്തിച്ചു, അവർ ചെയ്തു, കൃത്യമായിട്ടതനുസരിച്ച് 7 പ്രാവശ്യം 7 ദിവസം അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അപ്പുറത്താണ്, ആ പ്രാർത്ഥിച്ച സമയത്ത് തന്നെയാണ് അപ്പുറത്ത് ദൈവപ്രവൃത്തി ഉണ്ടായത്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവം പ്രവർത്തിച്ച അനുഭവമായി മാറട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഐശ്വര്യവും ഉണ്ടാകട്ടെ. സാമ്പത്തിക ഭദ്രത നിങ്ങൾക്കുണ്ടാകട്ടെ. സ്വസ്ഥതയുള്ളൊരു മനസ്സുണ്ടാകട്ടെ. വഴക്കുകൾ മാറിപ്പോകട്ടെ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിക്കട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരത്തില്ല. ഒത്തിരി മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. തിരിച്ചറിഞ്ഞ് അനേകർ തിരിച്ചു വരാനിടയാകട്ടെ. ആത്മീയമായും ഭൗതികമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും